പ്രിയപ്പെട്ട പാർട്ടി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ത്യൻ മുസ്ലിം ഫെഡറേഷന് അഭിമാനിക്കാവുന്ന ഒരു സുദിനമാണെന്ന്. അരനൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇക്കാലം എത്രയും കേരളത്തിലെ ഇരു മുന്നണികൾക്കും കറിവേപ്പിലയായിരുന്നു കേരളത്തിലെ മുസ്ലിം പാർട്ടികൾ. ഇന്ന് ആ ചരിത്രം തിരുത്തപ്പെടുകയാണ്. ഹലോ, ആഭ്യന്തരമന്ത്രിയുടെ പി എ നൂർദീൻ കുഞ്ഞ് സ്പീക്കിംഗ്. പാലക്കാട് എസ് പിയോ? എന്താണോ? അല്ല എന്താ? എന്നോട് പറഞ്ഞാ മതി. ഇന്നങ്ങോട്ട് കേറിയിട്ടല്ലേ ഉള്ളൂ. അതിന് മുമ്പ് സ്ഥലം മാറ്റം വേണമെന്ന് പറഞ്ഞാ വൈകിട്ട് എന്നെ ഒന്ന് വന്ന് നേരിട്ട് കാണ്. തിരുവനന്തപുരത്തേക്കൊന്നും നോക്കേ വേണ്ട. തെക്കോട്ട് എങ്ങോട്ട് പോയാലും പൈസ കൊടുക്കും. അയ്യോ, സ്വാമിജി കൃത്യസമയത്ത് തന്നെ എത്തി. നമ്മുടെ പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നവരോട് ഉറക്ക വിളിച്ചു പറയണം, സ്വാമി ആത്മസ്വരൂപിനെ പോലുള്ളവരാണ് മുഹമ്മദ് കുട്ടി മന്ത്രിയായപ്പോ ആദ്യം കാണാൻ വന്നതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടി എല്ലാ വർഗത്തിന്റെയും പാർട്ടിയാ. അകത്തേക്ക് ഇരിക്കാം. ഇല്ല, പോവാ, വൈകിട്ട് ഇത്ര ധൃതിയോ? ഇനിയിപ്പോ സ്ഥിരം ഞാൻ ഇവിടെ തന്നെയല്ലേ, എപ്പോ വേണമെങ്കിലും കാണാം. പിന്നെ അവിടെ ആശ്രമത്തിൽ ശങ്കരസ്വാമികൾക്ക് ചെറിയ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ സപ്പർ പറഞ്ഞത് ശരിയാണ്, സ്വാമി അങ്ങ് ഫിനിഷ് ചെയ്യുന്ന നല്ലത്. ഏതായാലും ഞാൻ വൈകിട്ട് വരാം, വിശദമായിട്ട് സംസാരിക്കാം. ഹരിയോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എപ്പോ എത്തി? കുറച്ചേരായി. സ്വീകരണത്തിന്റെ തിരക്കൊഴിഞ്ഞിട്ട് കാണാന്ന് കരുതി. സന്തോഷം, വളരെ സന്തോഷം. ഈ ദാദാ സാഹിബ്ജിയാണ് സത്യത്തിൽ എന്റെ ആത്മീയ ഗുരു. ഏയ്, ഞാൻ അതിന് മാത്രം വലിയ ആളൊന്നുമല്ല. എനിക്ക് നിങ്ങളെ പേഴ്സണലായിട്ടൊന്ന് കാണും, ഒരു കാര്യം പറയാൻ. അതിനെന്താ, ഇരുന്നാട്ടെ. മറ്റാരും ഇല്ലെങ്കിൽ എന്നാ ഇനി. എന്നാ അകത്തേക്ക് ഇരിക്കാം. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. നൂറുദ്ദീനെ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക. വന്നാട്ടെ. സാഹിബ്ജിക്ക് എന്താ കുടിക്കാൻ? ഒന്നും വേണ്ട. സാഹിബ്ജി, സത്യപ്രതിജ്ഞ ചെയ്ത് ഓഫീസിലേക്ക് ചെന്ന് കയറിയ ഞാൻ ആദ്യം ഒപ്പിട്ട ഫയൽ ഏതാണെന്നറിയാവോ? പറഞ്ഞാ വിശ്വസിക്കൂല. ദാദാ മുഹമ്മദ് സാഹിബിന് സ്വാതന്ത്ര്യ സമര പെൻഷൻ അനുവദിക്കാനുള്ള ശുപാർശ. അതിന് ഞാൻ പെൻഷൻ അപേക്ഷിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് കുട്ടി. അതെ, അപേക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ തന്നെ ഒരെണ്ണം എഴുതി ഉണ്ടാക്കി ഫയലിൽ വെച്ചു, എന്നിട്ട് ഒപ്പിട്ട് മുകളിലേക്ക് അയച്ചു. അത് എന്റെ കടമ. ഇങ്ങനെ പോലെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുസൽമാൻ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത് വേറെ ഉണ്ടോ സാഹിബേ? നിങ്ങളില്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കൂ, ജാലിയൻ ബാലാബാഗ് നടക്കൂ. ചരിത്രമൊക്കെ എനിക്കും അറിയാം. ഫയല് കൈയോട് ഒപ്പിട്ട് കൊടുക്കുമ്പം സെക്രട്ടറി ഒരു ചോദ്യം, സാറേ ഇത് തൂക്കിക്കൊന്ന അബൂബക്കറിന്റെ വാപ്പയല്ലേ, പ്രശ്നമാവില്ലേ? ഞാൻ പറഞ്ഞു, അബൂബക്കറിനെ തൂക്കിക്കൊന്നെങ്കിൽ അത് അവന്റെ പറപ്പുകേട്. അതിന് ദാദാ സാഹിബ് എന്ത് പണിച്ചു? ചെറിയ പയ്യനാ, IAS പാസ്സായി കസേര ഇരുന്ന മൂച്ചും. സാഹിബിന്റെ ഒന്നും ചരിത്രം അവന് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ വിസ്തരിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. അത് നന്നായി. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പ, ഞാൻ എന്നതായി കാണുന്നേ? കോട്ടയത്ത് നിന്ന് 110 പിടിപ്പിച്ചിട്ട് ഞാൻ ഇപ്പോഴെങ്കിലും ഇങ്ങ് എത്തിയത്. അയ്യോ, ഇനി ചത്താലും കുഴപ്പമില്ല. എന്നതായാലും താൻ കേറി അന്ന് തന്നെ എന്നെ ജയിലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമെന്ന് ഞാൻ ഓർത്തില്ല. ഇതാണോ സ്നേഹം? ഇനി നമുക്കൊന്ന് കലക്കണം. ആഭ്യന്തരം അല്ലയോ കൈ കിട്ടിയിരിക്കുന്നേ. താനെ കൈ കൊണ്ട് കിട്ടിക്കേ, ഞാനൊന്ന് മുത്തട്ടെ. റോമിലെ പോപ്പിന് കൊടുക്കേണ്ട മുത്തവ, ഇനി മുതൽ താനാണോ കോപ്പ എന്റെ പോപ്പ്? ഒന്നിന് മുത്തട്ടെ, ഒന്നിന് മുത്തട്ടെ. ഉമ്മ ഉമ്മ ഉമ്മ. സാഹിബ്? ഏത് സാഹിബ്? ഈടോ സാഹിബെന്ന്. അയ്യോ, സാഹിബിനെ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. സുഖം തന്നെയല്ലേ? ഓ, കേട്ടോ കറിയാച്ചാ, പറഞ്ഞാട്ടെ. ഞാൻ സാഹിബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അബൂബക്കറിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ തങ്കപ്പെട്ട മനുഷ്യൻ കുറെ തീരുന്നു. ഇനി അതിന്റെ കാര്യമുണ്ടോ? മുഹമ്മദ് സാഹിബിന് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വഴി ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പോവാ. അത് തന്നെയാ വേണ്ടത്. ചെക്കൻ പോയതോടെ സാഹിബിന്റെ കാലക്കേട് പോയെന്ന് കൂട്ടിക്കോ. ഇനിയിപ്പോ ഞങ്ങളെല്ലാം ഉണ്ടല്ലോ. പിന്നെ DGP എന്ന് കണ്ടേച്ചു വരട്ടെ, അതാണല്ലോ ചട്ടം. അപ്പൊ ശരി, ഞാൻ വരട്ടെ സാഹിബേ. മുഹമ്മദ് കുട്ടിയും കറിയാച്ചനും ഒക്കെ ദാദാ സാഹിബിനെ ഇത്രയും സ്നേഹിക്കണമെന്നുള്ളത് ഇപ്പോഴാ മനസ്സിലായി. മനസ്സിലായല്ലോ, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അല്ലാ, അത് മതി. അതുകൊണ്ട് മുഹമ്മദ് കുട്ടി, ഒരു ചെറിയ കാര്യം ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളി, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളി. ആരാണ് മോനെ ഈ സപ്പറ്? സപ്പറോ? സപ്പറ്. നിന്റെയൊക്കെ മോളിലിരുന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ജാതകം കുറിക്കുന്ന പൊന്നുതമ്പുരാനില്ലേ, ഓനാരാണെന്ന്? നിങ്ങൾക്ക് എന്താ വട്ടുപിടിച്ചോ?
അതോ ആറാം പ്രതി ഒരു പ്രേതം കൂടിയോ? അതെന്താ അറാം പറന്നോന്റെ പ്രേതം ഈയൊക്കെ കൂടെ കെട്ടിത്തൂക്കില്ലേ അബൂക്കർ ഓന്റെ പ്രേതം. ഹലോ 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 അബൂബക്കറിനെ കൊലക്കയറി കുരുക്കിയിട്ട് ജീവിതം ഘോഷിക്കാൻ തുടങ്ങായിരുന്നു. നിന്നെയൊക്കെ ഈ മണ്ണി ബാക്കി വെച്ചിട്ട് എനിക്ക് പോകാൻ കഴിയുമോ മുഹമ്മദ് കുട്ടി? പറയ്, ആരാണ് സപ്പർ? അത് പറഞ്ഞാൽ ചിലപ്പോ നിന്റെ മുഴുവൻ തെറ്റുകളും മറന്ന് നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയും. പറയ്, ആരാണ് സപ്പർ? അതാ നൂറുദ്ദീൻ. അല്ല എന്ത് പറ്റി? മമ്മൂട്ടി സാറേ, മമ്മൂട്ടി സാറേ, കഥ വർക്ക്, കഥ വർക്ക്. മമ്മൂട്ടി സാറേ, എന്തു പറ്റി? ഒന്നുമില്ല, പോട്ടെ മോനെ. സാർ, 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 മമ്മൂട്ടി സാർ. പോയോ? ഒന്നുകിലത് അവൻ തന്നെ, അല്ലെങ്കിൽ അത് പ്രേതം. എന്റെ സ്വാമി അത് പറഞ്ഞാ തലേ കയറണ്ടേ? ചത്ത് മണ്ണോട് ചേർന്ന അബൂബക്കർ ആഭ്യന്തരമന്ത്രി വീട്ടിൽ ചെന്ന് കഴുത്തേ പിടിച്ചെന്ന്. ആ അല്ലെന്നേ, ഇതൊന്നും അല്ല. ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് ആഭ്യന്തരമന്ത്രി കസര മുമ്പിൽ കണ്ട എന്റെ വെപ്രാളവും പരവേശവുമാ. സ്വാമി ഒരു കാര്യം ചെയ്യും, അങ്ങേരെ തഞ്ചത്തി വിളിച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി ആരേലൊരു കറുത്ത അത് ജനിച്ചു കേട്ട്. ദേ നിൽക്കുന്നു. എവിടെ കൂടെയെല്ലാം വണ്ടി ഓടിയെന്നോ സാഹിബിന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ. അല്ല, സിറ്റിയൊക്കെ വിട്ട് ഈ പട്ടിക്കാട്ടിൽ എന്താ കൂടിയിരിക്കുന്നേ? അത് ചില പോലീസ് നായ്ക്കളെ പേടിച്ചിട്ട്. അത് നമ്മക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. അപ്പോൾ തളിയൂർ ഗ്രാമമൊക്കെ വിട്ട് ഇവിടെ തിരുവനന്തപുരത്തൊന്ന് താമസിക്കാൻ എന്തോ കാര്യമുണ്ടല്ലോ. നിങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് പോയി. പോയില്ലെങ്കിലോ? ഭൂമികളും ശ്രമിച്ചോനാ സാഹിബ്, ഇനി എന്നെ പരീക്ഷിക്കരുത്. അല്ല, ഇയാൾ ആരുവാ? ദിവാൻ പേഷ്കാരോ? ചേട്ടാ, ഈ റാസ്കൽ ഇവിടെ എത്തി. തനിക്ക് ആൾമാറാട്ടം അറിയാവോ? എന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ? ഇന്നലെ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ വെച്ച് കണ്ടത് തന്നെ തന്നെയല്ലായിരുന്നു? അതിലെന്താ നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ്? നിങ്ങളെന്താ കള്ളു കുടിച്ചിട്ടുണ്ടായിന? കേറി നോക്കണോ? സർ, ഇതിനെന്താ പുറകെ കയറുന്നത്? കാര്യമുണ്ട്, സെർച്ച് ചെയ്യാൻ വാറണ്ടുമുണ്ട്. അതിനെന്താ എത്ര വിരളുന്നത്? അല്ല സാഹിബേ, തനിക്കൊരു മോനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അബു? എത്ര മക്കളുണ്ടായെന്ന് എന്നെ അറിയിക്കേണ്ട കാര്യമില്ല. ഉണ്ട്. തനിക്ക് അബുവിനെ പോലിരിക്കുന്ന വേറൊരു മകനുമുണ്ട്. അവനല്ലേ ഇന്നലെ തന്റെ വേഷത്തിൽ മന്ത്രിയുടെ വീട്ടിലെത്തിയത്? അനക്ക് തലക്ക് വെളിവില്ലടോ. ഈ എന്റെ പൊരേ കയറിയുള്ള പുറത്താക്ക്, ഇല്ലെങ്കിൽ എന്റെ കോലം മാറും. തന്റെ ഈ തടി വെപ്പ് താടിയല്ലേ? കൊച്ചു കഴിവറ മോനെ. അയ്യോ രോമം. ബോടക്കത്തിനും കാണിക്കണം. ഓ മുക്ക്. ക്ഷമിക്കണം, ഞാനൊരു പരീക്ഷണം നോക്കിയതല്ലേ. പാപ്പാന്റെ താടിക്ക് പിടിച്ചിട്ടാണ് നമുക്ക് പരീക്ഷണം നടത്തുന്നത്. ഇവിടെ ആരുമില്ല സാർ. ആരുമില്ലല്ലേ? കമോൺ. ആ മന്ത്രിക്കോപ്പനെ ഇടിക്കണം. മുടിക്കാൻ കഴിയും. അവിടെ നിന്നേ. ഇപ്പൊ അവിടെ നിന്ന് താനെങ്ങനെ ഇവിടെ? ചേട്ടാ, ഇത് വലിയ പുലിബാലായല്ല. എന്റെ പുരയെന്ന് ആത്തുക്കും പുറത്തേക്കും പോകാൻ നിങ്ങൾ അനുവാദം വേണം. അയ്യോ, മനുഷ്യനെ വട്ടുപിടിപ്പിക്കും കിളവൻ. കേറി പോയോ പോടോ ഡ്രൈവർ. എന്തൊരു പരീക്ഷണമാ.